ആകാശ സൽക്കാരത്തിന് ഊട്ടുവീണു. ഇന്നലെ ഈ സമയം നമ്മൾ ഇടുക്കി ആനച്ചാലിലെ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. 24 മണിക്കൂർ പിന്നിടുമ്പോൾ സതേൺ സ്കൈസ് എയ്റോ ഡൈനാമിക് എന്ന സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. സ്ഥല ഉടമയ്ക്കും സ്ഥാപന ഉടമയ്ക്കുമെതിരെ കേസും എടുത്തു. ആനച്ചാലിൽ നടന്നത് എന്താണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് 2 വയസ്സുകാരി അടങ്ങുന്ന കുടുംബം ആകാശവിരുന്നിലെ അദ്ഭുത കാഴ്ചകൾ കാണാൻ ആനച്ചാലിലെത്തിയത്. സുരക്ഷാ കവചം ഉറപ്പാക്കിയ ശേഷം 5 പേർ മുകളിലേക്ക് ഉയർന്നു. സാധാരണ ഭക്ഷണം വിതരണം ചെയ്തിരുന്നത് 100 അടി ഉയരത്തിൽ നിന്ന്. എന്നാൽ ഇന്നലെ തിരക്ക് കുറവായതിനാൽ അല്പം കൂടി ഉയർത്തി. പിന്നാലെ ക്രെയിൻ നിശ്ചലമായി. സാഹസിക വിനോദത്തിൽ ട്രെയിനിംഗ് ലഭിച്ച ജീവനക്കാർ ഉണ്ടെന്നാണ് സതേൺ സ്കൈസ് എയറോഡൈനാമിക്സിന്റെ അവകാശവാദം. ക്രെയിൻ നിശ്ചലമായപ്പോൾ ഈ ആത്മവിശ്വാസത്തിൽ സ്വയം രക്ഷാപ്രവർത്തനം നടത്തി. മണിക്കൂർ ഒന്നായിട്ടും ഒരനക്കവുമില്ല. കുടുംബം മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് റിപ്പോർട്ടർ വാർത്തയിലൂടെ അറിഞ്ഞ അഗ്നിരക്ഷാസേന ഒരു വിളിക്ക് പോലും കാത്തുനിൽക്കാതെ അതിവേഗം കുതിച്ചു. ദേവികുളം സബ് കളക്ടർ അതിനാവശ്യമായ നിർദ്ദേശവും നൽകി. ശരവേഗത്തിലെത്തിയ സേന നിമിഷനേരം കൊണ്ട് രക്ഷാദൗത്യം ഏറ്റെടുത്തു. പിന്നെ എല്ലാം ഭദ്രം. ആളുകൾ മുൾമുനയിലൂടെ നോക്കി നിന്ന നിമിഷങ്ങൾ. ഒടുവിൽ മുകളിൽ കുടുങ്ങിയ 4.5 മണിക്കൂറിന് ശേഷം മുഹമ്മദ് സഫ്വാൻ, ഭാര്യ തൗഫീന, മക്കളായ ഇവാൻ, ഇനാര, ജീവനക്കാരിയായ ഹരിപ്രിയ എന്നിവർ താഴേക്ക്. ആശങ്കയുടെ നിമിഷങ്ങൾക്കിടയിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ രക്ഷാകരങ്ങളിൽ ചേർന്നിരുന്ന് പുഞ്ചിരിയോടെ കൈവീശിയ ഇനാരക്കുട്ടിയെയും റിപ്പോർട്ടറിലൂടെ ലോകം കണ്ടു. വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സാഹസിക വിനോദ കേന്ദ്രങ്ങളിൽ ഇത്തരം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ സംഭവം. റിപ്പോർട്ടർ, ഇടുക്കി.